Dear friends, welcome back to Sally Rose channel. ഇലക്ട്രിക് ഓവൻ നമ്മുടെ എല്ലാം വീടുകളിലുണ്ട്. എങ്കിലും നമുക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന ചില അടുക്കളയിലെ ഉപയോഗങ്ങളെയാണ് ഞാനിന്ന് പ്രതിപാദിക്കുന്നത്. ആദ്യത്തേത് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങായ. നമുക്ക് പലപ്പോഴും തേങ്ങ വറുത്ത് അരയ്ക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടാവുമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ ഈ തേങ്ങ ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാം ഒരേപോലെ ആയിട്ടുണ്ട്. യൂണിഫോമായിട്ടാണ് ഇതിരിക്കുന്നതെങ്കിൽ എളുപ്പത്തിൽ നമുക്കറിയാമല്ലോ, ഒന്നിച്ച് ചൂടാവും. എന്നിട്ട് നമുക്കിതിനെ ഓവനിൽ വെക്കാം. ഓവനിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു 2 മിനിറ്റ് നമുക്ക് ഇത് ചൂടാകാനായിട്ട് വെക്കാം. ഓവനിൽ വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ വെക്കാവൂ. ഈ പാത്രം ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു പാത്രമാണ്. ഈ നമ്മുടെ സാധാരണ ഡിന്നർ സെറ്റ് ഉണ്ടല്ലോ ഒപ്പാലയുടെ, അതെല്ലാം മൈക്രോവേവ് സേഫാണ് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ഞാൻ 2 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കിന് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ, നല്ലൊരു മണമാണ്. അതുപോലെ നമ്മൾ വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ടേ. നടുഭാഗം വേണ്ട നന്നായിട്ട് ചൂടായി, ബാക്കി ആയിട്ടില്ല. നല്ല ഒരു തേങ്ങ വെന്ത ഒരു സ്മെല്ലാണ്. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ശരിക്കും തേങ്ങ വേകുക ചെയ്യുന്നത്. വെന്തതിന് ശേഷം നമുക്ക് എളുപ്പത്തിൽ വറക്കാൻ പറ്റും. നമുക്കിത് നേരിട്ട് ചീനിച്ചട്ടിയിലേക്കിട്ട് ബാക്കി ചൂടാക്കി വെക്കാം. വേണമെങ്കിൽ ഒരു 1.5 മിനിറ്റ് വെച്ചാൽ ഇത് കുറേ കൂടെ ആകും. പക്ഷേ അതിൽ സേഫ് നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാവുന്നത്, നമുക്ക് നേരിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇനിയും വറുത്തെടുക്കുക. ഇനി നമുക്കിത് പെട്ടെന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കണ്ട, എളുപ്പത്തിൽ നമുക്കിതിനെ വറുത്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള വലിയൊരു 2 ഉപയോഗം എന്ന് പറയുന്നത്, തേങ്ങ ഞാൻ മിക്സിയിൽ പൊടിച്ചത് കൊണ്ട് കണ്ടില്ലേ നിങ്ങളിത്, വലുതും ചെറുതുമായിട്ടില്ല, ഒരുപോലെ ഇരിക്കും. അതുപോലെ ഒന്നിച്ച് നമുക്ക് വറുത്തെടുക്കാനും പറ്റും. ഒരേ പാകത്തിന് വറുത്തെടുക്കാൻ പറ്റും. ഇത്ര സമയമായതേ ഉള്ളൂ, കണ്ടില്ലേ, നിറം മാറി കഴിഞ്ഞു. പെട്ടെന്ന് നമുക്കിതിനെ ചൂടാക്കി എടുക്കാം. വളരെ സൗകര്യമുള്ള കാര്യമാണ്. ഈ സമയത്ത് നമുക്ക് ഏതാണ്ട് ഇത്രയും ചൂടായ സമയത്ത് നമുക്ക് മല്ലി മുളക് ഒക്കെ ഇടേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ, മസാലയൊക്കെ ഇടണമെങ്കിൽ നമുക്കിട്ട് വറുത്തെടുക്കാം. അത് ഒരു പ്രത്യേക ഇതാണ്. തീയിൽ വെക്കുമ്പോഴും വറുത്തരച്ച കറികളും, പോത്തിറച്ചിക്ക് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നത് നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, വറുത്തരച്ച പോത്ത് കറി. ഇപ്പം ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി വെച്ചു. കണ്ടോ, വളരെ കറക്റ്റായിട്ടല്ലേ ഇത് വന്നിരിക്കുന്നത്. ഇത് ആട്ടമാവ് നമ്മൾ തലേദിവസം കുഴച്ച് വെച്ചതാണ്. ഇത് നമുക്ക് എടുക്കുമ്പം ഇപ്പം പരത്താനൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, കാരണം നല്ല പോലെ തണുത്തിരിക്കുന്നത്. ഇത്തരം സാഹചര്യം വരുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ എടുക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇത് ഓവനിൽ വെച്ച് ചൂടാക്കാം. അടച്ചു വെക്കണം നിർബന്ധമൊന്നുമില്ല, ഓവനിൽ വെച്ച് നമുക്ക് ചൂടാക്കാം. അത്രയും ഇതിന് നമുക്ക് 20 സെക്കൻഡ് സമയമാണ് നമ്മൾ കൊടുക്കുക. 20 സെക്കൻഡ് നമുക്ക് ഓണാക്കാം. അതിൽ കുറച്ച് മാവേ ഉള്ളെങ്കിൽ നമുക്ക് 10 സെക്കൻഡ് വെച്ചാലും മതി. ഓക്കെ, നമുക്ക് നോക്കാം. അതിൻ്റെ തണുപ്പ് മാറി നമുക്കിപ്പോൾ ഇത് നേരിട്ടെടുത്ത് ഉപയോഗിക്കാം. ഇപ്പം വലിയ തണുപ്പില്ലാതെ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ആ സമയത്ത് തന്നെ കുഴച്ചെടുത്ത മാവ് പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് വെറുതെ പരത്താനെടുത്തതേ ഉള്ളൂ കേട്ടോ. പരത്താനെടുത്തപ്പോൾ നല്ല സ്മൂത്താണ്, നമുക്ക് സാധാരണ ഉണ്ടാക്കുമ്പോൾ തന്നെ ചെയ്യുന്ന പോലെ. ഇനി മറ്റൊരു 1-2 പ്രധാനപ്പെട്ട ഉപയോഗങ്ങളുണ്ട്. നമുക്ക് ചക്കപ്പഴമൊക്കെ കൂടുതലുള്ളപ്പം നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ, ചക്ക വരട്ടി ഉണ്ടാക്കാനൊക്കെ എടുക്കല്ലേ. ആ സാഹചര്യത്തിൽ ചക്കപ്പഴം നമുക്കിതുപോലെ ഓവൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രത്തിലെടുത്ത് നമുക്ക് ഓവനിൽ വെച്ച് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് ചൂടാക്കിയാൽ
നന്നായിട്ട് അതിൽ വെള്ളം പറ്റി നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഉരുളിയിലിട്ട് നന്നായിട്ട് ബാക്കി വറുത്തെടുക്കുകയോ എന്താണ് ചെയ്യുക. മറ്റൊരു സാഹചര്യമാണിത് ഈ കാണുന്നത്. അതായത് പലപ്പോഴും നമുക്ക് ഇതുപോലത്തെ മസാലകൾ ഒക്കെ പൊടിക്കേണ്ട സാഹചര്യം വരികയില്ലേ. അപ്പം നമ്മൾ ഈ മഴ സമയത്ത് ഇത് നയന്നിരിക്കും എന്ന് പറഞ്ഞാൽ തണുത്തിരിക്കും. ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ചും അതെ. അപ്പോൾ നമുക്ക് വെയിലൊന്നും കാണത്തില്ല ഉണക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഓവനിൽ വെച്ച് 1 മിനിറ്റ് വെച്ചാൽ മതി. കൃത്യം 1 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇതെടുത്ത് നോക്കിയാൽ നമുക്ക് അപ്പോൾ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ഇതുപോലുള്ള ഏത് നമുക്കിങ്ങനെ ഉപയോഗിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്, ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്